കിട്ടിയിട്ടുണ്ട്. എന്താ ഉണ്ടാക്കുന്നത്? കപ്പ വേവിക്കാം. വേറെ പിന്നെ ഒലത്തണം. എന്നാ ഒലത്തിക്കോ. ശരി, ഉച്ചക്കത്തേക്കാട്ടെ. കപ്പ ഉലർത്തിയതിൻ്റെ റെസിപ്പി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഉണ്ടാക്കുന്ന സമയത്ത് താഴെ നോക്കിയാൽ കിട്ടും. ഇന്നത്തെ ഒരു സിമ്പിൾ റെസിപ്പി ആയിരുന്നു. നമുക്ക് 4 മണിക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ സാധാരണയായിട്ട് കപ്പ പുഴുങ്ങി കപ്പ വേവിക്കുകയൊക്കെ അല്ലേ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ആകുമ്പോൾ പിന്നെ എക്സ്ട്രാ കറിയോ സംബന്ധിയോ ഒന്നും ഉണ്ടാക്കണ്ട. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു മിനിറ്റ് ഇതും കൂടി ഷൂട്ട് ചെയ്യാമോ? ഇതെന്താണെന്ന് അറിയാമോ? ഇതാണ് പീനട്ട് ബട്ടർ ഫ്രൂട്ട്. നിങ്ങൾ വിചാരിക്കും ഇതെന്താ സയന്റിഫിക് നെയിം ഒക്കെയാണ്. ഞാനൊരു ബോട്ടണിക്കാരിയാ. നമുക്ക് ആക്ച്വലി ഇവരോട് തന്നെ ചോദിക്കാം. ഇത് ആക്ച്വലി കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാ. പീനട്ട് ബട്ടറിന്റെ ടേസ്റ്റാ. കാണിച്ചു കഴിച്ചോ? നേരത്തെ ഒരുപാടുണ്ടായിരുന്നു. ഇത് ഫുള്ള് കായ്ച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് കിളികളൊക്കെ വരും. ഇതാണ് ഫ്രൂട്ട്. കഴിക്കുമ്പോൾ നമ്മുടെ പീനട്ട് ബട്ടറിൻ്റെ അതേ ടേസ്റ്റ് ആണ്.
പക്ഷെ ഞങ്ങൾ ഇത് കഴിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഞങ്ങൾ വേറെ ഒന്നും ഇതുകൊണ്ട് ചെയ്തില്ല. പിന്നീട് ഞങ്ങൾ കേട്ടു ഇതുകൊണ്ട് തോരൻ ഉണ്ടാക്കാവുന്നു. പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കിയൊന്നും നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? നിങ്ങൾ എന്തെങ്കിലും ഇത് വെച്ച് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. നല്ല റെസിപ്പി ആണെങ്കിൽ ഞങ്ങൾ പിന്നീട് ഒരു ദിവസം ഷൂട്ട് ചെയ്തിടാം. സ്വീറ്റായിട്ടുള്ള റെസിപ്പി ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഷെയ്ക്കോ സ്മൂതിയോ. പീനട്ട് ബട്ടർ കഴിക്കാൻ പറ്റാത്തവർക്ക് ഇത് കഴിച്ചാൽ ആ ഒരു പീനട്ട് ബട്ടർ കഴിക്കുന്നതിൻ്റെ ഒരു ഫീല് കിട്ടും, ടേസ്റ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. അത് കിട്ടും, ടേസ്റ്റ് കിട്ടും. അലർജിയൊക്കെ ആയിട്ടുള്ളവരുണ്ട്. അത് എത്രത്തോളം ഒത്തൻറ്റിക്കാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, അലർജി ഉള്ളവർക്ക് കഴിക്കുന്നത്. പക്ഷേ ഇതാ ഒരു പീനട്ട് ബട്ടറിന് സെയിം ടേസ്റ്റ് തന്നെ കിട്ടും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ നല്ലൊരു റെസിപ്പി അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യും. ഇപ്പം ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമല്ലോ. പലർക്കും ഇത് അറിയത്തില്ല. ഞങ്ങളുടെ പ്രകൃതി രമണീയമായ മുണ്ടക്കയത്ത് ഷൂട്ട് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ ഗ്രാമത്തിൻ്റെ മനോഹാരിത കാണിക്കുന്ന കൂടുതൽ വീഡിയോസുമായി ഞങ്ങൾ ഉടനെ എത്തുന്നതായിരിക്കും. ബൈ ബൈ.